ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മൾ പുതുതായിട്ടൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിലിപ്പോൾ ഇട്ട സീഡ് റാൻഡായിട്ടുള്ളൊരു സീഡാണ്. റാൻഡായിട്ടുള്ള സീഡാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും തുടങ്ങാം. ഇതൊരു സീരീസ് പോലെ അങ്ങ് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യും നമ്മളെന്തായാലും. ഓക്കെ, നമ്മൾ സ്പോണായിരിക്കുന്നത് പിന്നെന്തോന്നാ ടൈഗ. ഓക്കെ, വുഡ് കളക്ട് ചെയ്തു. നമ്മളെ ആദ്യത്തെ ഗോൾ എന്താണ് സംഭവം? കൈതട്ടി പ്ലേസ് ആകും. ഓക്കെ, ആദ്യത്തെ ഗോളെന്ന് പറയുന്നത് നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കുക, പിന്നെ ഒരു ബേസിനുള്ള ഏരിയ സെറ്റാക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു ഗോൾ, നമ്മളുടെ ഇന്നത്തെ ഒരു ഗോൾ. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു നെതർ പോർട്ടലും കൂടെ സെറ്റ് ചെയ്യാൻ നോക്കണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, നമ്മളെന്തായാലും ആദ്യത്തെ ഗോൾ ചെയ്യാൻ പോവുകയാണ്, വില്ലേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് ടൂൾസ് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാം. ടൂൾസ് അക്വയർ ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ പോകാൻ പോവുകയാണ്. ഇനി ഫുൾ ഇതാണ് വാണ്ടറിങ് ആണ്, ഫുൾ ഒരു വില്ലേജ് തപ്പുന്നവരെ. A few moments later. നമ്മൾ വില്ലേജ് തപ്പിയെടുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വേണ്ടി വന്നോളൂ. നമ്മൾ വില്ലേജിൽ അവസാനം എത്തിച്ചേർന്നു. ഇനി അടുത്ത പ്ലാൻ ബേസ് വയ്ക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ബട്ട് എനിക്കിവിടെ അങ്ങനെ ബേസ് വയ്ക്കാനുള്ള നല്ല സ്ഥലമായിട്ടൊന്നും അല്ല. അതുകൊണ്ട് മിക്കവാറും ഞാൻ വേറെ വില്ലേജ് തപ്പി പോകുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഫുഡിനുള്ള സാധനങ്ങൾ ഇത്രയും ഒപ്പിക്കണം, കുറച്ചേറെ ഫുഡ് ഒപ്പിക്കണം. എന്നിട്ട് ഇവിടെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ബേസ് തപ്പിപ്പോവും. ഓക്കെ, ഡയമണ്ട് കിട്ടി. ഡയമണ്ട് കിട്ടി, ആർമർ കിട്ടി, ഒബ്സിഡിയൻ കിട്ടി, ഗോൾഡ് കിട്ടി, ഒരു സാക്കും കിട്ടി. ഓക്കെ, ഞാൻ കുറേ നാളായി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും വില്ലേജർ ചെസ്സിൽ ഇതുവരെയും ഡയമണ്ട് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഒരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിനക്ക് ട്രേഡ് ചെയ്യാൻ എന്താടാ ഉള്ളത്? ചബർ സാധനം. ഒരു ബെഡ് അടിച്ചിട്ടുണ്ട്.
ചെയ്യാമല്ലോ ഈ ഓടി ഓടി നടക്കുന്നവന്. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ. ഇങ്ങനെ അവനെ കൊന്നു. ഞാൻ 4 ബ്ലോക്ക് എന്തുകൊണ്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും മിക്കതും വിചാരിക്കാം. ബട്ട് ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ 3 ബ്ലോക്ക് പില്ലർ ചെയ്തിട്ട് അവന്മാരെ നടിയിട്ടിരുന്നു ചാവുന്നു. അയ്യോ, റൗണ്ട് അമ്മച്ചിയേ. നല്ലതാ. അയങ്കോളത്തിനെയും കൂടെ കൊന്നുകൊണ്ട് വില്ലേജേഴ്സിനെല്ലാം ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. അയ്യോ, ടോനസാണ് സ്പ്രിന്റ് ചെയ്യാനും പറ്റുന്നില്ല. ബെഡ് എടുക്കാൻ 3. ഓക്കെ, ഇവിടെ കെയർ ചെയ്താറില്ല. ഓക്കെ, ഫസ്റ്റ് ടോനസ് മാറി. ടോർച്ച് കിട്ടി. ഗൈസ്, അടുത്ത ഇത് ഞാൻ പോർട്ടൽ വെക്കായിരുന്നതായിരുന്നു. ബട്ട് ഒരു റൂയിൻ്റെ പോർട്ടൽ കിട്ടി. ഇതും ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോണത് അടുത്ത്. ഓക്കെ, ഇവിടെ ചെസ്റ്റിൽ എന്താ? ഗോൾഡ്, പ്രൊജക്റ്റ് പ്രൊട്ടക്ഷൻ 4, എഫിഷ്യൻസി 1. കാര്യമില്ല. 2 ഗോൾഡൻ ആപ്പിൾ, 16 അയൺ നഗറ്റ്, 1 ലോഡ് സ്റ്റോൺ. 1 2 3 4 4 ഉണ്ട്. എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 6. 4 6 10 എണ്ണം ഉണ്ട്. 10 കറക്റ്റാ. ഇതത്രയും പൊട്ടിച്ചാൽ മതി. വെയിറ്റ്, ഒരു ഡയമണ്ട് പിക്കാസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി ഫുൾ സെറ്റ് ആർമറും കൂടെ ആക്കായിരുന്നില്ലേ? അയ്യോ, തികയൂല. കുഴപ്പമില്ല. കൈതട്ട് പ്ലേസ് ആണ്. നേരത്തെ ഇത് തന്നെ നടന്ന വുഡ് പ്ലേസ് ആയത്. ഓക്കെ, ഓക്കെ, 2 ഗോൾ ഇപ്പം എന്തായാലും കംപ്ലീറ്റ് ആവും. വില്ലേജും കണ്ടുപിടിച്ചു, നെതർ പോർട്ടൽ. ഓക്കെ, അയ്യോ,
ഞാൻ വേറെ ഒരു വെബ്സൈറ്റും കണ്ടായിരുന്നു. അത് പിന്നെ എടുക്കാം. എന്തായാലും ഇപ്പോൾ ഉള്ളത് തകഞ്ഞു. സ്ലാവാണ്. ഇനി അടുത്ത് ഇത് ലൈറ്റ് ചെയ്യാം. അതാണ് അടുത്തൊരു ഇഷ്യൂ. ഫ്ലിൻറ്റില്ല. ഫ്ലിൻറ്റൻ സ്റ്റീൽ ഉണ്ടാകും ഇതിൻ്റെ അടുത്ത്. ഓക്കെ, തപ്പട്ട്. ഗൈസ്, നിങ്ങളിപ്പോൾ പുതിയൊരു പാട്ട് മറ്റേ റീമിക്സ് വന്നത് കണ്ടായിരുന്നു, മറ്റേ പ്രായം നമ്മളിൻ്റെയും സ്റ്റാർ ബോയുടെയും. ഞാൻ കേട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കേട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അല്ല, ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇതിനകത്ത് കയറിയത്? എനിക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ എന്തിലോട്ടും തിരിഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ വേറൊരു വേൾഡിൽ ക്രീപ്പർ ഫാം ഉണ്ടാക്കണം വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഐസ് കളക്ട് ചെയ്യാൻ പോയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ചുമ്മാ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രയൽ ചേമ്പറുണ്ട്, അതിനകത്ത് കയറിപ്പോവും. ആ ക്രീപ്പർ ഫാം കംപ്ലീറ്റ് ആക്കാതെ അതിന് പകരം ഞാൻ ട്രയൽ ചേമ്പറിനകത്ത് കയറിപ്പോവും. എന്തിനാണെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയും കിടന്ന് കറങ്ങണം എന്തിനാണ്? ഈ ഗ്രാവൽ തപ്പിയിട്ട് വരാം. ആകെ ഒരു ഗ്രാവലേ ഉള്ളൂ, അത് വെച്ചാൽ വല്ലതും കിട്ടും നോക്കട്ടെ. ഇല്ല, 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ വേറെ ഗ്രാവൽ പോയി തപ്പാം. അല്ല, അത് ഒരെണ്ണം വെച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പോയി. അയ്യോ, കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനടുത്ത് ഇത് തപ്പിയെടുക്കാം. അയ്യോ, തപ്പിയെടുക്കാൻ നെതർ പോർട്ടൽ ഫില്ല് ചെയ്യാം. അത് പറഞ്ഞിട്ടാണ്. നെതർ പോർട്ടൽ ഏത് വഴിയിലായിരുന്നു? നെതർ പോർട്ടൽ ഇങ്ങോട്ടല്ലേ? അല്ല, ഇതാണ് എൻ്റെ ഇഷ്യൂ. ഞാൻ വഴിയൊക്കെ മറന്നു. അതായിരിക്കും. അയ്യോ, എന്തായാലും നെതറിൽ പോയിട്ട് നമ്മൾ എവിടെയാണ് സ്പോൺ ആവണേന്ന് നോക്കിയിട്ട് എന്നിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ബേസിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അതോടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെതർ. ഗോൾഡ് ഒരു ഇതുണ്ടല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇനി തിരുത്തേണ്ട വല്ല സംഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ മുതൽ അത് ശരിയാക്കാൻ നോക്കാം. എന്തായാലും ലോഡാവാത്ത നല്ല സമയം പിടിക്കുന്നു. ലോഡായി. നിങ്ങളത് കണ്ടായിരുന്നോ? ഇതെല്ലാം കണ്ടല്ലോ. ഞാൻ കല്ലിനകത്തായിരുന്നു മൈൻ ചെയ്തപ്പോൾ 2 ഏൻഷ്യൻ്റ് എവരിയും കണ്ടു. ബട്ട് സഡൻലി അതെന്തായിരുന്നു സംഭവം?
ഇനി ഇവിടെ നിന്ന് താഴോട്ട് കുഴിച്ചു പോകണം. അയ്യോ ഞാൻ വേണ്ട, ഞാൻ ഓവർ ഓടിപ്പും നല്ല ഗിയറായിട്ട് തിരിച്ചു വരാം. അയ്യോ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും അടുത്ത പണിയാണ്. ഞാൻ അവിടെ നിന്ന് താഴോട്ടൊന്ന് കുഴിച്ചു പോയി നോക്കാൻ പോകുന്നു. എന്തായാലും ഏൻഷ്യൻ ഡെബ്രി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. 2 ഏൻഷ്യൻ ഡെബ്രി ഉണ്ടായിരുന്നു, ഞാൻ കണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഓക്കെ, അടുത്ത് ബേസിനുള്ളൊരു സ്ഥലം കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സോർട്ട്. ഇവൻ സ്പോണായല്ലേ? എന്താടാ ഉള്ള ഐസ്, ഓപ്പൺ ഐബ്രോസും റെഡ് സാൻഡ്, ഗ്രേ ഡൈ, പിന്നെ ക്യാക്ടസും റെഡ് സാൻഡും ഇവൻ കൊടുക്കണുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഏതോ ഡെസേർട്ടാന്ന് തോന്നില്ലേ. അപ്പം നമുക്ക് നാളെ എന്തായാലും ആ ഡെസേർട്ടും കൂടെ തപ്പാം. ബേസിനുള്ള ഏരിയ ജസ്റ്റ് ഈ കാട് വെട്ടിത്തളിക്കുക, അതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ഫുൾ കാട്, എന്തായാലും ഇവിടുത്തെ അത്രയും കാട് അന്ന് ഞാൻ വെട്ടിക്കളിച്ചേ. നാളെ അല്ലെങ്കിൽ ഒരു ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിലൂടെ അത് അത്രയും വെട്ടിത്തെളിച്ചിട്ട് ഇവിടെ ഒരു ബേസ് വയ്ക്കും. അതായത് ഈ മരം ഒന്നും കാണൂല, ഈ മരം ഇത്രയും വെട്ടിക്കളഞ്ഞിട്ട് വയ്ക്കും. അപ്പം അതാണ് പ്ലാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ കാണാം, ബൈ.